എൻ്റെ വീട്ടിലൊക്കെ പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റി എന്താന്നുള്ള രീതിയിലൊക്കെ വെറുതെ തമാശയാക്കി ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം, എമിറേറ്റ്സ് ID തരണം എന്നൊക്കെ പറയും, കോൾസ് ഒക്കെ വരും. സോ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്കാർ അവരെന്ത് ചെയ്യും, ചിലപ്പം പറഞ്ഞെന്ന് വരും അതിലൂടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ചിലപ്പോൾ നമ്മൾ ചില സ്റ്റോറീസ് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അത് കണ്ട പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാരെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. യെസ്. പിന്നെ നമ്മൾ ഓൺലൈൻ ഇല്ലാത്ത ടൈമിൽ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റും നമ്മൾ ഓൺലൈനിലുണ്ട്. ഇപ്പോൾ വാട്സപ്പ് പറ്റാൻ ഒരു സ്ഥലത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഹാക്കിങ്, അതായത് ഇപ്പോൾ സാധാരണക്കാർ വിചാരിക്കും എന്നെയൊക്കെ ഹാക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ വിചാരിക്കും. പക്ഷെ അതിൽ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ, ഇതൊരു കമ്പനിനെ ഫെയിമിനെ ഒന്നല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു ഡാറ്റനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും ഐഫോണും ലിനക്സും ഒക്കെ സേഫ് ആണെന്നാണ്. ഒരു പരിധി വരെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ, പക്ഷെ അത് ഇപ്പോഴില്ല. അത് ഏത് ഡിവൈസ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വെൽക്കം ടു റേസ് ദ റൈസ് ഓഫ് റിമാർക്കബിൾ മൈൻഡ്സ് ബൈ ആർട്ട് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ മുഹമ്മദ് ഷാഹിൻ, എ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ who is the co-founder of Thrive Security. Welcome Shahin. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ്. ഇപ്പോഴത്തെ യൂത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ മകൻ തന്നെ ആഗ്രഹിക്കുന്നത് ഒരു എത്തിക്കൽ ഹാക്കർ ആവണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എങ്ങനെയാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ എത്തിപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്രീഫായിട്ടൊന്ന് പറയാമോ? ഞാൻ പറയാം. സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പം ഈ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ടേംസ് ഉണ്ട്. നമ്മളിപ്പം സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ AI ഉണ്ട്, ഡാറ്റാ സയൻസ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഇത് മൊത്തം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് മാത്രമേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കൂ. ഇപ്പോൾ ഇൻ കേസ് ഓഫ് AI ആണെങ്കിൽ തന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു കോർ എലമെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കും. അപ്പം ഇതിനൊക്കെ പറ്റി പഠിച്ചാലും സൈബർ സെക്യൂരിറ്റി ആ ടൈമിൽ വലിയ ഇംപ്ലിമെൻ്റ് ആയൊരു സംഭവമല്ലായിരുന്നു. അതായത് വളരെ റെയറായ ആൾക്കാരായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റി എന്താന്നുള്ള രീതിയിലൊക്കെ വെറുതെ തമാശയാക്കി ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ച്, ഇൻ കേസ് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. സ്റ്റാർട്ടിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇത് ബോറടിക്കുന്നില്ല, നല്ലൊരു കംഫർട്ട് എത്തി ശരിക്കും. അങ്ങനെയാണ് ഞാൻ സൈബർ സെക്യൂരിറ്റിനെ പറ്റി പഠിച്ച് കഴിഞ്ഞേരം ചുറ്റുപാട് മൊത്തം ഇത് റിലേറ്റ് ആവാൻ തുടങ്ങി, സൈബർ സെക്യൂരിറ്റി. അങ്ങനെയാണ് ഞാൻ ഈ സൈബർ സെക്യൂരിറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി, ഇൻട്രസ്റ്റിംഗ് വന്നതിന് ശേഷം. ആസ് വെൽ ആസ് AI പോലെ തന്നെ ഇൻട്രസ്റ്റ് ആവുന്നത്. അങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റി പറ്റി പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ കാരണം ഞാനും ആദ്യം വിചാരിച്ച ഒരു ഹാക്കർ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഹാക്കിംഗ് അല്ല, ഇറ്റ്സ് നോട്ട് ഓൺലി ഹാക്കിംഗ്. അപ്പോൾ ഇത് ഈ ഒരു സൈബർ സെക്യൂരിറ്റി ആണ് എൻ്റെ ഫീൽഡ് എന്ന് തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടാവില്ലേ? ഒരു കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് തന്നെയാണ് ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോവാണെന്ന് തീരുമാനിച്ചൊരു നിമിഷം. അത് പറയുകയാണെങ്കിൽ ഇതൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി. കാരണം വീട്ടിലൊക്കെ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. ഞാൻ യൂട്യൂബ്സിലാണ് ആദ്യമായിട്ട് സൈബർ സെക്യൂരിറ്റിനെ പറ്റി പഠിക്കുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ മലയാളത്തിൽ സൈബർ സെക്യൂരിറ്റിനെ പറ്റി പഠിപ്പിക്കുന്നുള്ളൂ. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് അല്ല, ഒരു ഔട്ട് ക്യാമ്പിംഗ് ഒക്കെ പോലത്തെ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോലെ, അങ്ങനെ ഒക്കെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞേരം പിന്നെ ഇതിൽ എന്താ പറയുക, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരെന്തിനാ അത് പറയുമ്പോൾ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞേരം ഹാക്കിംഗ് ഒന്നും അല്ലെങ്കിലും കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് അങ്ങനെ വിചാരിച്ച് ഇത് തന്നെ ഒരു ഫീൽഡ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരിതാണ്. പിന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കും ഇതിലേക്ക് അറിയാൻ കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഇതിൻ്റെ ചാനൽസിലേക്കൊക്കെ ഓരോ ദിവസം ഓരോരോ ന്യൂസാണ് നമ്മൾ കേൾക്കുക. അത് ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ്. ചാലഞ്ചസ് എപ്പോഴും ഉണ്ട്. എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുക. പഠിച്ചുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എപ്പോഴും. ഈ ഫീൽഡ് വിടുന്നത് വരെ നമ്മളെ കഴിയുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അതെ. അപ്പം ഇതിൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ IT പീപ്പിളിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പ്രായമായവർക്കും എല്ലാവർക്കും ഉള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അവയർനെസ് കൊടുക്കണം നമ്മളെല്ലാവർക്കും. കാരണം
ഞാനൊരു ഇൻസിഡൻറ്റ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളെയൊക്കെ ഫോണിലേക്ക് SMS ആയിട്ട് വരും. ഫോർ മിനിമം എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ SMS ആയിട്ട് വരും. ഇനിയിപ്പം പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം, എമിറേറ്റ്സ് ID തരണം എന്നൊക്കെ പറയും. കോൾസ് ഒക്കെ വരും. സോ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്കാർ അവരെന്ത് ചെയ്യും, ചിലപ്പം പറഞ്ഞെന്ന് വരും, അതിലൂടെ അപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഈ പൈസ തട്ടിപ്പെടുക്കുന്ന കുറേ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് അവർ ലിങ്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ടാവും, എൻ്റെ ലിങ്ക് കൂടെ നിങ്ങൾ എൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ലിങ്കിൽ കൂടെ കയറും. ഇപ്പം റീസെൻ്റ്ലി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കാം നടന്നത്, തട്ടിപ്പ് നടന്നത് ഈ ലിങ്ക് വഴിയാണ്. അതിൽ നമ്മൾ കയറും, ചിലപ്പോൾ പൈസ ഇട്ടാൽ ഡബിൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റൂല. ആൻഡ് ദ ഫൺ പാർട്ട് ഈസ് ഇത് ട്രാക്ക് ചെയ്ത് വരുമ്പം ഏതോ നോർത്ത് ഇന്ത്യയിലുള്ള ആരെങ്കിലുമൊക്കെ പേരിലാണ് അക്കൗണ്ട് ഉണ്ട്, അവർക്ക് ഇത് അറിയ പോലില്ല. സെക്യൂരിറ്റി പർപ്പസ് ആണ്. കാരണം അവിടെയൊക്കെ നമുക്ക് ഇത് തുടങ്ങണമെങ്കിൽ വലിയ ഡോക്യുമെൻസും കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിൻ്റെ അത്ര വലിയ ഡോക്യുമെൻസ് ഒന്നുമില്ല. കുറച്ച് റൂറൽ പ്ലേസിലൊക്കെ നോർത്ത് ഇന്ത്യൻസിൽ അവിടെ ജസ്റ്റ് ഒരു സിഗ്നേച്ചർ, ജസ്റ്റ് ഒരു പ്രൂഫ്, ദാറ്റ്സ് ഇനഫ്. അപ്പം ഓൾറെഡി IT പ്രൊഫഷണൽസിനെ തന്നെ ഇങ്ങനെ ബ്ലഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രയും പ്രായമുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളെ ബ്ലഫ് ചെയ്യാൻ ഒത്തിരി ഈസിയാണ്. എങ്ങനെയാണ് അവരിലേക്കൊക്കെ ഒരു അവയർനെസ് എത്തിക്കാൻ പറ്റുന്നത് നമുക്ക്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം ഈ ഏജുള്ള ആൾക്കാരോ, ഏജ് നോക്കണ്ട, ഏജ് ഇല്ലാത്ത ആൾക്കാരോളും ഇതിൽ നിൽക്കുന്നുണ്ട്. സോ അവർക്ക് ഇതൊന്നും പറ്റി അറിയാനായിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണിത്. ഇപ്പം നമ്മളൊരു ഫോൺ ഇപ്പം നമ്മളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ മക്കൾക്കെറ്റാ നോക്കുമ്പം അവർ ഗെയിമോ യൂട്യൂബ് എന്തോ കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ടുത്തരുന്നുണ്ടാവില്ല. ചിലപ്പം അവരെന്ത് ചെയ്യും, അറിയാണ്ട് അത് ക്ലിക്ക് ചെയ്തു പോകും. പിന്നെ ഐഫോൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മക്കൾ ചിലപ്പം ക്ലിക്ക് ചെയ്തു പോകും. അപ്പോൾ അതാണ് എല്ലാവർക്കും കൂടെ വേണ്ടതാണ്. ഒരു പരിധി വരെ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ അവയർനെസ് ആണ് ഏറ്റവും വേണ്ടത്. അപ്പം നിങ്ങൾ കണ്ടതോ കൈകാര്യം ചെയ്തതോ ആയിട്ടുള്ള ഒരു റിയൽ വേൾഡ് സൈബർ ത്രെറ്റ് കേസ്? കണ്ടതായിട്ട് കുറേ ഉണ്ട്. കൊറോണ ടൈമിൽ അതായത് കുറേ വെബ്സൈറ്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിൽ പൈസ ഇടും. അത് നിങ്ങൾ ഇത്ര ആൾക്കാരെ കയറ്റി കഴിഞ്ഞാൽ ആ പൈസ കിട്ടും. അത് ജസ്റ്റ് ഒരു വെബ്സൈറ്റിലാണ് ആ പൈസ ഇങ്ങനെ എഴുതി കാണിക്കുക ചെയ്യുക. നിങ്ങൾക്ക് എത്ര ആയാലും വിഡ്രോ ചെയ്യാന്നൊക്കെ പറഞ്ഞു. 90% അത് സ്കാമാണ്. അത് അങ്ങനത്തെ ഒരു പൈസ അവർ കാണിക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് കോവിഡ് ടൈമിലൊക്കെ കുറേ ഉള്ള ഒരു സ്കാമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് വല്ലാത്തൊരു എല്ലാവരും, അതായത് ആ ഒരു ടൈമിൽ എല്ലാവരും അതിലുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് യൂത്ത് മൊത്തം അതിലെ. കാരണം വീട്ടിലിരിക്കല്ലേ, വീട്ടിലിരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാന്നുള്ള അതിൽ പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരൊന്നും പൈസ ഉണ്ടാക്കിയാണ്. പക്ഷേ 90% അത് ഫേക്ക് ആയിരുന്നു. ആ ഒരു ടൈമിൽ വളരെ ഫേമസ് ആയതായിരുന്നു. ഓക്കെ, ഒരു ചെറിയ ഓൺലൈൻ മിസ്റ്റേക്ക് എങ്ങനെ ഒരു വലിയ സൈബർ ഇൻസിഡൻ്റ് ആയി മാറാം? അതാണ് ഞാനിപ്പം പറയുന്നത്. എന്താ വെച്ചാൽ ഒരു കമ്പനി, ഇപ്പോൾ ഒരു ദുബായിൽ തന്നെയോ അല്ലെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു കമ്പനി, ആ കമ്പനിയുള്ള വ്യക്തി ഈ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോളിലെറ്റാൻ പോയി. മോളിലെ ഫ്രീ വൈഫൈയിൽ ആക്സസ് ആക്കി കഴിഞ്ഞാൽ ആ കമ്പനി ലോഗിൻ ആണ്. അതായത് കമ്പനി ലാപ്ടോപ്പ് ആ ഫ്രീ വൈഫൈയിൽ ആക്സസ് ആക്കി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആ പുള്ളിയുടെ ഓൾറെഡി ലോഗിൻ ആയി. ആ പബ്ലിക് വൈഫൈയിൽ. അപ്പം ആ ഡാറ്റ മൊത്തം എടുത്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ത്രെറ്റ് ആയിട്ട് വരും, കറക്റ്റ് ആയിട്ട് വരും. അതൊരു മേജർ ഇൻസിഡൻ്റ് ആണ്. ഇനിയിപ്പം അതല്ലാണ്ട് ഇപ്പം നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ഫോട്ടോസൊക്കെ ഇപ്പോൾ നമ്മളെ എന്താ പറയുക, വാട്സാപ്പ് ചാറ്റ് എത്താൻ പുറത്ത് പോയെന്ന് വിചാരിച്ചോ, ലീക്കായിൽ അതിൽ ചിലപ്പോൾ നമ്മളെക്കാട്ടും ഇമ്പോർട്ടൻസ് ഉള്ള വേറെ ആരും ചാറ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ത്രെട്ടായിട്ട് പോകും. ചിലപ്പോൾ എന്തെങ്കിലും പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ് ലോട്ട് ഇൻ ഇന്ത്യ. നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ ഫോൺ ഹാക്കായെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. അതിൽ ഒരു കോമൺ വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ആവും ചില ടൈമിൽ. അതായത് ഈ ഹാക്കായത് മാത്രം കാരണം അത് ഓൾറെഡി പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കാം. സമ്മൺ ഈസ് ക്ലോണിങ് ദാറ്റ്. അത് മനസ്സിലാക്കാം. പിന്നെ നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റഗ്രാമൊക്കെ ചിലപ്പോൾ ചില സ്റ്റോറീസ് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത് കണ്ട പോലെയൊക്കെ ചിലപ്പോൾ നമ്മളെ ഇൻസ്റ്റാരെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. യെസ്. പിന്നെ നമ്മൾ ഓൺലൈൻ ഇല്ലാത്ത ടൈമിൽ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റും നമ്മൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ. ഇപ്പോൾ വാട്സപ്പ് എത്താൻ ഒരു സ്ഥലത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ
ഫോൺ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വാട്സപ്പിൽ കുറച്ച് നോട്ടിഫിക്കേഷൻ നമ്മൾ ആ ബാറിൽ കാണിക്കൂലേ, നോട്ടിഫിക്കേഷൻ ബാറിൽ ചിലപ്പോൾ അത് കണ്ടില്ല പിന്നെ കാണില്ല എന്ന് വരും. someone is accessing that. Yes. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, സാധാരണക്കാർ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ബേസിക് പ്രിവെൻഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പം നമ്മളെ ഇൻസ്റ്റയും വാട്സാപ്പിലൊക്കെ തന്നെ നമ്മൾ 2-way authentifications ഉണ്ട്. അത് വളരെ നല്ലൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഹാക്കിംഗ് വരെ, കാരണം 2 തരത്തിൽ, അത് 2-way 2 തരത്തിൽ, അത് മൾട്ടിപ്പിൾ ഫാക്ടർ ഓതറൈസേഷൻസ് വരെ ഉണ്ട്. അപ്പം അതായത് നമ്മളൊരു പാസ്വേഡ് അടിച്ച് കയറി എന്ന് വിചാരിച്ചാൽ രണ്ടാമതായിട്ട് ചിലപ്പോൾ ഒരു OTP കൂടി വരും. അതാണ് 2-way 2 തരത്തിൽ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മളെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, SMS വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അതൊക്കെ നമുക്കൊരു ടൈപ്പ് പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളെ പാസ്വേഡ് എനിക്കറിയാം, പക്ഷെ ഞാനത് ലോഗിൻ ചെയ്ത്, പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് ഒരു കോൾ വരും, ഇങ്ങനെ ലോഗിൻ ഉണ്ട്, ഒരു OTP വരണം. അപ്പം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു ടൈപ്സ് ഓഫ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പബ്ലിക് വൈഫൈസ് അതാണ് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതൊക്കെ ജനറലായിട്ട് നമുക്ക് തടയാൻ പറ്റിയ കാര്യങ്ങളാണ്. അതെ. ഇനി നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 1 സൈബർ മിത്ത് എന്താണ്? സൈബർ സെക്യൂരിറ്റി, അതായത് ഹാക്കിങ്. അതായത് ഇപ്പോൾ സാധാരണക്കാർ വിചാരിക്കും എന്നെയൊക്കെ ഹാക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ വിചാരിക്കും. പക്ഷെ അതിൽ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ, ഇതൊരു കമ്പനിനെ ഫെയിമിനെ ഒന്നല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു ഡാറ്റനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്നെയൊക്കെ ഹാക്ക് ചെയ്തിട്ട് കാശില്ല. പക്ഷെ നിങ്ങളെ മെയിലും കാര്യങ്ങളൊക്കെ കിട്ടി ബാങ്ക് അക്കൗണ്ട് ഒക്കെ വരെ എടുത്ത് കഴിഞ്ഞിട്ട് അതിലൂടെ ഒരു ട്രാൻസാക്ഷൻ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്രൈം ചെയ്യാം. പിന്നെ എല്ലാവരും വിചാരിക്കും ഐഫോണും ലിനക്സും ഒക്കെ സേഫ് ആണെന്നാണ്. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതായിരുന്നു. ഐഫോണും ആൻഡ്രോയിഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും പറയും ഐഫോൺ ഭയങ്കര സേഫ് ആണെന്ന്. ഐഫോൺ അങ്ങനെ അതൊരു മിത്താണോ? അതൊരു മിത്താണ്. അറിയുന്നവന് അത് രണ്ടും ക്രാക്ക് ചെയ്യാൻ വലിയ പണിയില്ല. ഒരു പരിധി വരെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ, പക്ഷെ അത് ഇപ്പോഴില്ല. അത് ഏത് ഡിവൈസ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു മിത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനീസിലൊക്കെ ആൻറ്റിവൈറസ് മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്നുള്ളൊരിതുണ്ട്. അതും ഒരു മിത്ത്. ആൻറ്റിവൈറസ് ഒരു ലെയർ മാത്രമാണ്, ഇത് കഴിഞ്ഞിട്ടും നമുക്ക് പിന്നെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ സ്ട്രോങ് ആൻറ്റിവൈറസും അങ്ങനെ പറയില്ലേ, വീക്ക് ആയിട്ടുള്ള ഇതല്ല ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വൺ അത് വേണം, അതാണെങ്കിൽ ഒരു പരിധി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെയിൽസിലേക്ക്, കമ്പനിയിലുള്ള ആൾക്കാർ ഫുൾ മെയിൽസിലാണ് അവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മെയിലിലേക്ക് നമുക്കൊരു ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്പാം മെയിൽ ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്ന ആൻറ്റിവൈറസുകളുണ്ട്. അപ്പോൾ അതവിടെ സേഫായി. ഇനി ഇൻ കേസ് അത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതും കഴിഞ്ഞിട്ടുള്ള ഹാക്കിങ്ങിലാണെങ്കിൽ അത് സേഫ് ഇല്ല. പക്ഷെ അങ്ങനത്തെ കുറേ സ്മോൾ കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ലേറ്റസ്റ്റ് വേർഷൻസിലൊക്കെ. ഓക്കെ. ഈ യൂട്യൂബ് വഴി ഹാക്കിംഗ് പഠിക്കാൻ പറ്റുമോ? യൂട്യൂബ് വഴി ഹാക്കിംഗ് പഠിക്കാൻ പറ്റും, ബട്ട് എൻഡിലായി അവർ എന്ത് സബ്സ്ക്രിപ്ഷൻ വെച്ചാളും. ഒരു സ്റ്റാർട്ടിങ് മാത്രം അവർ ഇട്ട് തരും. ഒത്തിരി അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അല്ലേ? ഇപ്പം ലീഗലാണോ അതങ്ങനെ ചെയ്യുന്നത്? അത് ലീഗലാണ്. അത് എന്താ വെച്ചാൽ ഈ സൈബർ സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞു സൈബർ സെക്യൂരിറ്റി ശരി, ഹാക്കിംഗ് 3 തരത്തിലുണ്ട്: വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. ഈ വൈറ്റ് ഹാക്കിംഗ് ആണ് അങ്ങനെ പഠിപ്പിക്കുക. വൈറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗലാണ്, അതായത് ഫിഷിംഗ്, അതായത് അതിലാണ് എത്തിക്കൽ ഹാക്കിംഗ് ഉള്ളത്. ബ്ലാക്ക് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പൈസ തട്ടിപ്പ്, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഇല്ലീഗൽ. ബ്ലാക്ക് ഹാക്കിംഗ്, പൈസ തട്ടിപ്പെടുക്കുക, അതൊക്കെ ബ്ലാക്ക് ഹാക്കിംഗ്. പിന്നെ ഗ്രേ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സ്ഥലത്തും ഇല്ലീഗലാണ്, പക്ഷെ അത് അത്ര ഹാംഫുൾ അല്ല. പിന്നെ ഈ വൈറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഗ്രേ മീൻസ് ഹാംഫുൾ അല്ല, മീൻസ് അത് നമ്മൾ വലിയൊരു എമൗണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല, കൺട്രി ടാർഗറ്റ് ചെയ്യുന്നില്ല. അത് നമ്മളിപ്പോൾ ചിലപ്പം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ അത് ഹാംഫുൾ ആണ്. അത് UAE, ഇന്ത്യയിലൊക്കെ ഇല്ലീഗൽ ആയ ഒരു പരിപാടിയാണ് ഗ്രേ ഹാക്കിംഗ് ഒക്കെ. പിന്നെ ഈ വൈറ്റ് ഹാക്കിങ്ങിന്റെ എന്താ വെച്ചാൽ ഒരാളെ പെർമിഷൻ കൊണ്ട് മാത്രം നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് ലൈക്ക് എത്തിക്കൽ ഹാക്കിംഗ് തന്നെ ഒരു വ്യക്തിയുടെ പെർമിഷനിൽ നമ്മളത് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ലിങ്ക് ഒക്കെ ഇടുന്നില്ല, ലിങ്ക് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴാണ് എനിക്കിവിടെ ആക്സസ് കിട്ടുന്നത്. സോ ഇറ്റ്സ് യു ആർ ഗിവിംഗ് പെർമിഷൻ. ആൻഡ് നമ്മളിപ്പോൾ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യുമ്പം അവർ നമ്മൾ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും, വിച്ച് ഈസ് ലൈക്ക് ഓൾറെഡി ഇൻക്ലൂഡഡ് എവറിത്തിങ്. ഫോട്ടോസ് ഇൻക്ലൂഡഡ് ആവാം, ഫുൾ ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കോണ്ടാക്ട് ആക്സസ്, നോട്ടിഫിക്കേഷൻ ആക്സസ്, അങ്ങനത്തെ ആക്സസുകൾ കുറേ ഉണ്ട്. ജിമെയിൽ ആക്സസ്, അതൊക്കെ നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോഴാണ് ഇത് പോകുന്നത്. അറിയാതെ കുറെ ഇതുപോലെ പെർമിഷൻ കൊടുത്തു പോകുന്നുണ്ട്. അതെ, കാരണം ചില ആപ്സിലൊക്കെ പെർമിഷൻ കൊടുക്കൽ നിർബന്ധമാണ്. അതെന്തായാലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പിന്നെ അവരെ സമ്മതിക്കുന്നുള്ളൂ. അതെ. അപ്പം അതാണ് ഈ
നോർമലായിട്ട് നമ്മളെ ഡാറ്റാസ് പോകുന്നതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ. ഈ ഹാക്കിംഗ് പഠിച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? 2025 ഗ്ലോബലി 3.8 മില്യൺ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മോർ ദാൻ 3.8 മില്യൺ പേർക്ക് യൂണിവേഴ്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹാക്കിങ്, അതായത് നല്ല ഒരു ഹാക്കിംഗ് അല്ല, ഐ മീൻ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഹാക്കിങ്ങിൻ്റെ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിലല്ലാതെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടോ ഹാക്കിങ്ങിന് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നിരവധിയുണ്ട്. ഓക്കെ. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്ന ടേംസ് ആണോ, അതോ ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതാണോ? സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതല്ല, ഇത് രണ്ടും കൂടി ഒന്നിച്ചു പോകുന്ന ടേമാണ് ശരിക്കും. അതാണ് ഞാൻ പറഞ്ഞ സൈബർ സെക്യൂരിറ്റി മീൻസ് നോട്ട് ഓൺലി ഹാക്കിംഗ്. ഹാക്കിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ, അതായത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഹാക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹാക്കിംഗ് പഠിക്കുക. അതല്ലാണ്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോൾ ഹാക്കിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്നു. അത് ഹാക്കിംഗ് ചെയ്ത് പഠിപ്പിക്കുന്നതിനേക്കാളും ഹാക്കിങ്ങിനെ പറ്റി പഠിപ്പിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ സെക്യൂരിറ്റി. അതിന് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി. അപ്പോൾ അത് ഇപ്പോഴത്തെ യൂത്തിൽ ഒത്തിരി പേര് ഹാക്കിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് ഒരു കോഴ്സ് പഠിക്കണം അങ്ങനെ കരുതിയിരിക്കുന്നു. അതുണ്ട് എത്തിക്കൽ ഹാക്കിംഗ് ആയിട്ട് പഠിക്കുന്നതുണ്ട്. പക്ഷേ ഓവറോൾ ആയിട്ട് പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൺലി എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മോൾ അത്ര മാത്രമേ ഉള്ളൂ. നമുക്കൊരു ജോബ് വേണം, ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങിനെക്കാട്ടിലും അവിടെ വേറെ ടൈപ്സ് ഓഫ് ഹാക്കിങ്സ് ഉണ്ട്. ആസ് ഐ ടോൾഡ് ബിഫോർ, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ് ഒക്കെ. സോ അതിനെപ്പറ്റി പഠിക്കണം. സീറോ ഡേ അറ്റാക്സ് ഉണ്ട്, ഫിഷിംഗ് ഒക്കെയാണ് ഈ ഇതിൽ വരുന്നത്. ഏത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ലിങ്ക് അയക്കുന്നതെല്ലാം ഫിഷിംഗിൽ പെടുന്നതാണ്. അതെ, അതൊക്കെ കോമൺ ആയിട്ട് പെടുന്നത്. യെസ്. അപ്പം ഹാക്കിങ്ങിനെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സൈബർ സെക്യൂരിറ്റി ഒരു കോഴ്സായി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള കോഴ്സുകൾ എവിടെയൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾക്കൊരു കോഴ്സ് ഉണ്ട്. അതെ, ആ കോഴ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ത്രൈവ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടാളൂടെയാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് തൊട്ടിട്ട് എല്ലാം എക്സ്ട്രീമായിട്ട്, അത് നോട്ട് ഓൺലി സ്റ്റുഡൻസ്, ഫോർ എവറി വൺ. ഞങ്ങൾ കമ്പനീസിൽ ചെയ്തു കൊടുക്കാം, പിന്നെ സ്റ്റുഡൻറ്റ് സ്കൂൾസ് ചെയ്തു കൊടുക്കാം, കോളേജസിൽ ചെയ്തു കൊടുക്കാം, യൂണിവേഴ്സിറ്റീസിൽ എല്ലാത്തിലും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ഡിസൈൻ ചെയ്ത കോഴ്സുകളാണ് അപ്ഡേറ്റഡ് വൺ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള അപ്ഡേറ്റിലാണ് കാര്യങ്ങൾ മൊത്തം പോകുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേയിൽ അപ്ഡേറ്റഡ് ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സാണ് നമ്മൾ അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഴ്സിൻ്റെ കൂടെ ഒരു ആഡഡ് സബ്ജക്റ്റ് ആയിട്ടാണോ അതോ ഒരു സെപ്പറേറ്റ് കോഴ്സ് ആയിട്ടാണോ? എങ്ങനെ സൈബർ സെക്യൂരിറ്റി ഉണ്ടോ? അല്ല, ഞങ്ങൾ ഫുള്ളി സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടാണ്. അത് മാത്രം ടാർഗറ്റ് ചെയ്ത്, അത് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്ലോബലി കോഴ്സ്. അതായത് ലോകത്തിൽ എവിടെ നിന്നിട്ടും നമുക്ക് യു എസ് ആണോ, പിന്നെ എവിടെയാണെങ്കിലും അമേരിക്ക, എവിടെയാണെങ്കിലും ഇത് നമുക്ക് പഠിക്കാൻ പറ്റും ഈ കോഴ്സ് ഓൺലൈനായിട്ട്. ഗ്ലോബലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ വാട്സപ്പ് ഹാക്ക് ആവുമ്പം ഇപ്പം എൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു റിലേറ്റീവിന് ഇപ്പം ഐഫോണാണ് എന്ന് വിചാരിക്കാം. ഐഫോണിൽ വാട്സപ്പ് ഹാക്ക് ആവുന്നതും ആൻഡ്രോയിഡിൽ വാട്സപ്പ് ഹാക്ക് ആവുന്നതും വല്ല ഡിഫറൻസ് ഉണ്ടോ, ലൈക്ക് സെക്യൂരിറ്റി വൈസ്? ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇത് പഠിക്കുന്ന ടൈമിൽ നടന്ന സംഭവമാണ്. അത് പുള്ളിയുടെ അടുത്ത് ഐഫോൺ ആയിരുന്നു. പക്ഷേ ഹാക്കിങ് രണ്ടും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാട്സപ്പിന് എക്സാമ്പിളായിട്ട് പറയുമ്പം നമ്മൾ പണ്ടൊക്കെ ബാംഗ്ലൂരിൽ മാത്രമല്ല, ഇന്ത്യയിലെല്ലാം റിലേറ്റീവ് ബാംഗ്ലൂരിലുള്ള ആളാണ്. പിന്നെ അത് മനസ്സിലായത് ഹാക്കായി കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ എത്ര പൈസ, അത് ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് എമൗണ്ടും ആണല്ലോ ചോദിച്ചിട്ടുണ്ടായത്. അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയാം, റിയൽ പേസ്. എൻ്റെ ഒരു ഫ്രണ്ട് അവന് ആപ്പിൽ നിന്ന് പൈസ ലോൺ എടുത്തിരുന്നു. അങ്ങനെ കുറേ ആപ്സിൽ നിന്ന് അവന് പൈസ ലോൺ എടുത്ത്, അവന് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ അങ്ങനെ ബാംഗ്ലൂർ ഒബ്വിയസ്ലി വന്നപ്പോൾ അവനെടുത്ത്. അപ്പം അത് അതായത് മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ഒരാപ്പിൽ നിന്നാണ് ഇത് തുടങ്ങുക. പിന്നെ ആ ആപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ ഫണ്ട് കിട്ടില്ലെങ്കിൽ വേറെ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് പൈസ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ കളിച്ച് അങ്ങനെ ഇവരെന്താണ് ഈ ടൈം കഴിഞ്ഞാൽ, അതായത് ഡിലേ കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി കാലാവധി കൊടുക്കും. ആ കുറച്ചുകൂടി കാലാവധി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കാലാവധി കൊടുത്ത് എക്സ്ട്രീം ആയ ടൈം. കാരണം നമ്മൾ ഓൾറെഡി ആക്സസ് ചെയ്യുമ്പം നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ ഓൾറെഡി നമ്മളെ വാട്സപ്പ് കോണ്ടാക്ട്സ് എല്ലാം അലോ കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. നമ്മളെ നമ്പറിലുള്ള വാട്സപ്പ് നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലുണ്ട്. അത് മിക്കവരും ശ്രദ്ധിക്കില്ല. അതെ,
അപ്പം എന്താണ് പിന്നെ ഇത് എന്താ പറയുക വാട്സപ്പ് ഹാക്കാവും. അതിപ്പോൾ ഏത് ഡിവൈസ് ആയിക്കോട്ടെ, ഐഫോണോ ആൻഡ്രോയിഡോ ഏതാണെങ്കിലും വാട്സപ്പ് ഹാക്കായി വാട്സപ്പ് ഹാക്കായിട്ട് അവനെന്താണ് അവൻ്റെ റിലേറ്റീവ്സിനെ അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്നു. അല്ല എനിക്കങ്ങനെ വന്ന്, അതായത് ഒരു മെസ്സേജ് വന്ന് പിന്നെ അത് പല രീതിയിലുള്ള മെസ്സേജസ് വരെ പോകാൻ പറ്റും. അതായത് വളരെ മോശമായ രീതിയിൽ വരെ മെസ്സേജസ് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ വളരെ അങ്ങനത്തെ രീതി. അതാണ് വളരെ അത്യാവശ്യമായിട്ട് എത്ര ഭയങ്കര അത്യാവശ്യമാണ് ഇത്ര ആവശ്യമാണെന്ന് എല്ലാവർക്കും സെയിം അല്ല പോയത്, പലർക്കും പല എമൗണ്ടാണ് പോയത്. ഈവൻ എൻ്റെ മക്കൾക്കൊക്കെ വന്നു. അത് വാട്സപ്പിൽ നമ്പർ ആരുടെയൊക്കെ സേവ് ആണോ അതെല്ലാവർക്കും അതൊരു ഇൻസിഡൻ്റ് ആണ്. അതായത് ആ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അത് പൈസ കൊടുക്കാൻ വൈകി ഒരു 6 മാസമൊക്കെ വൈകി കഴിഞ്ഞാൽ പോവും, വാട്സപ്പ് പോയി. വാട്സപ്പിലുള്ളവർക്ക് മെസ്സേജസ് പോവും. ഇനി ഇൻ കേസ് അതല്ലാണ്ട് വേണേൽ ഹാക്ക് ചെയ്താലും ഇതൊന്നും സംഭവിക്കും. കാരണം നമ്മൾ ഈ വാട്സപ്പ് വെബില്ലേ, വാട്സപ്പ് വെബ് പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വാട്സപ്പ് വെബ് ലോഗൗട്ട് ചെയ്താൽ പോരെ, ലോഗൗട്ട് ചെയ്താൽ മതി. ലോഗൗട്ട് ചെയ്യാൻ ചിലരോട് വിട്ടുപോകും. അതും ഒരു ത്രെഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും വഴി അത് വേറെ ആപ്പുകൾ ത്രൂ അങ്ങനെ എന്തെങ്കിലും വേറെ ആപ്പുകൾ ത്രൂ എങ്ങനെ ആക്സസോ അത് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പേ ഔട്ട് ലെൻഡ് ചെയ്യുന്ന അവരെ നമ്മളത് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ആക്സസ് കൊടുക്കണം. ആക്സസ് കൊടുക്കണം. അപ്പോൾ അതൊരു മേജർ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. കോമൺ ആയിട്ട് നടന്ന ഒത്തിരി പേർക്ക് സംഭവിച്ച സംഭവമാണത്. പൈസ അങ്ങനെ എടുത്തിട്ട് എല്ലാം വാട്സപ്പിൽ ഇങ്ങനത്തെ ഓരോ മെസ്സേജസും കാര്യങ്ങളൊക്കെ പോകും. പിന്നെയാണ് അവർ അപ്പോഴായിരിക്കും അറിയാം, അവർ ഉറങ്ങിക്കിടക്കുകയായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ അതറിഞ്ഞിട്ട് അവരെ വിളിച്ചു നോക്കുമ്പോഴേക്കും ഇത് മൊത്തം അറിയാം. ഫാമിലിയിൽ എല്ലാ സ്ഥലത്തും ഇത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഫ്രീ വൈഫൈ യൂസ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് വരാമോ? ഫ്രീ വൈഫൈ യൂസ് ചെയ്യുമ്പം അത് ഡിപ്പെൻസ് ആണ്. ശരിക്കും നമ്മൾ മോളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫ്രീ വൈഫൈ യൂസ് ചെയ്യുമ്പം ശരിക്കും നമ്മുടെ ഡാറ്റയാണ് പോകുന്നത്. വിച്ച് മീൻസ് ഫോൺ നമ്പർ, ഇമെയിൽ, നമ്മുടെ പേര്, ഇത് 3 കൊടുക്കണം ആക്സസ് കിട്ടണമെങ്കിൽ. ചില മോളിലൊക്കെ 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകും. ആ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 5 മിനിറ്റ്സ് കഴിയുമ്പം പോകും. അപ്പം നമ്മളെ ഡാറ്റാസാണ് അവർ പോകുക. അപ്പോൾ അത് ഡാറ്റാസ് വിറ്റിട്ട് വേണമെങ്കിലും പൈസ ഉണ്ടാക്കാം ആൾക്കാർ. അങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വേറെ വ്യക്തികളെടുത്തെത്തുന്നത്. ഈ AI-ക്ക് സൈബർ സെക്യൂരിറ്റിയിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്? ബാഡ് വേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു വ്യക്തിൻ്റെ ഒരു ഫോട്ടോ മതി. അതിപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഒരു കമ്പനി ഹെഡിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വോയിസോ ഒരു വ്യക്തിയുടെ ഒരു വോയിസോ, ആ വോയിസ് നമുക്ക് ക്ലോൺ ചെയ്തിട്ട് നമ്മൾക്ക് അതെന്ത് ചെയ്യാം, ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് അയക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമ്മളെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളാണ് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈബർ സെക്യൂരിറ്റിയിൽ മെയിനായിട്ടുള്ള ത്രെട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസിലോ അല്ലെങ്കിലുള്ള ആൾക്കാർ, ഇനിയിപ്പോൾ വേറെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ എന്താ പറയുക ഒരു നമ്പറിന് മെസ്സേജ് തന്ന് നമ്മളെ വീട്ടിലെ ആരേ വോയിസ്, നമ്മളെ അച്ഛൻ്റെ വോയിസിലോ ആരേ വോയിസിലോ നമുക്കൊരു മെസ്സേജ് തന്നു, ഞാനാണ് എനിക്ക് ഇത്ര പൈസയ്ക്ക് ആവശ്യമുണ്ട്, അങ്ങനെ വരാൻ ഇതുണ്ട്, എൻ്റെ ഈ നമ്പറിലേക്ക് പൈസ ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഒരേ സൗണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രായമുള്ളവരൊക്കെ പെട്ടെന്ന് മക്കളുടെയൊക്കെ സൗണ്ടിൽ കേൾക്കുമ്പോൾ അപ്പം തന്നെ കാശ് കൊടുക്കും. അത്യാവശ്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അത് AI യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതൊരു ഈവൻ വീഡിയോ വിളിച്ച് കൺഫേം ചെയ്യാൻ പോലും പറ്റുന്ന അല്ലേ? സൂം മീറ്റിംഗ് അല്ല, സൂമിലൊന്ന് വന്ന് ആളെ കാണാമെന്ന് പറഞ്ഞാലും ഈ AI യൂസ് ചെയ്ത് നമുക്ക് ആ സമയത്ത് തന്നെ അതും ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ സൂമിൽ നമ്മളെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാനുള്ള സിസ്റ്റം ഇപ്പം ഉണ്ട്. അതായത് ഒരു മീറ്റിങ്ങിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ, ആ ഫോട്ടോ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പം AI-ൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ഇതാണ്. ഇൻട്രസ്റ്റിംഗ്. അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് ചില. ഇപ്പം ഒരു സൈഡിൽ തന്നെയുള്ളൊരു പ്രൊഫസർ ആണെങ്കിൽ ആൾക്ക് മൂന്ന് കൺട്രിയിൽ അറ്റ് എ ടൈം ക്ലാസ് എടുക്കാം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ്. അതെ കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം വരുന്നുണ്ട്. ഒരു എൻ്റെ പേരിനും മറന്നുപോയി. ഒരു ഹോളോഗ്രാഫിക് അത് ഒരു പ്രൊഫസറിൻ്റെ അതേ എന്തൊക്കെയാണോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് അത് ലോകത്ത് എവിടെയാണെങ്കിൽ അപ്പം ഈ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് അത്രയും ആക്സസബിൾ ആണ്. അതാണ് ഫ്യൂച്ചറിൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതുപോലെ കൂടുതലും വരുന്നത് ഹാക്കേഴ്സിന് നെഗറ്റീവായിട്ടുള്ള യൂസാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഇത്രയും റിലവൻ്റ് ആയിരിക്കുന്നത്. അവയർനെസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ത്രൈവ് ഇത്രയും ഇപ്പോൾ എന്താ പറയുന്നത് ആവശ്യമായിരിക്കുന്നത് നമ്മളുടെ യൂത്തിനകത്ത്. അപ്പം ത്രൈവിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ കോഴ്സിനകത്ത്? ത്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ
ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതിനെപ്പറ്റി ഞങ്ങൾ അന്ന് പണ്ട് സംസാരിച്ച് ഒരു 2.5-3 ഇയേഴ്സിൻ്റെ ഒരു ഓൾമോസ്റ്റ് ആ ടൈമിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, 3 years ബിഫോർ. സോ ഇതിനെപ്പറ്റി സംസാരിച്ച് അപ്പം ഇതിനെപ്പറ്റി അവൻ പഠിച്ച് ഞാനും പഠിച്ച് ഞങ്ങൾ രണ്ടാളും ഈ ഒരു ഫേമിലേക്ക് എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച്, കാരണം ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതെ, വളരെ കുറവാണ്. അതായത് 1-2 സ്ഥലത്തെ ഇത് പഠിപ്പിക്കുന്നത്. ഐ മീൻ 1-2 സ്ഥലത്ത് മീൻസ് ആ ഒരു ടൈമിൽ 3 years ബിഫോർ ഇതിനെപ്പറ്റി അതേ പഠി. പിന്നെ നമ്മൾ ആ ChatGPT ഒക്കെ ലോഞ്ച് ആവുന്നൊരു ടൈമായിരുന്നു. അപ്പം ഇതിനെപ്പറ്റി മോസ്റ്റ് ഓഫ് പഠിക്കാനുള്ളൊരു വേ അല്ല. അങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പം ഇത് പുറം രാജ്യങ്ങളിൽ ഭയങ്കര ഡിമാൻഡും ഒക്കെ ഉള്ളൊരു സംഭവമാണ് സൈബർ സെക്യൂരിറ്റി. അങ്ങനെ ഇതിന് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സിലബസാണ് ത്രൈവ് എന്ന് പറഞ്ഞത്. ആൻഡ് വിത്ത് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഞങ്ങൾ കോമ്പറ്റിയായിട്ട് എല്ലാവരുമായിട്ട് ഞങ്ങൾ പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പം ഒരു കുട്ടിയുടെ അതായത് ബേസിക് തൊട്ടിട്ട് ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബേസിക് പ്ലാറ്റ്ഫോംസ് തൊട്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് +2 അതിൻ്റെ മെയിനായിട്ട് ഫണ്ണി കാര്യം എന്ന് വെച്ചാൽ അതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനമല്ല. ഈവൻ 8ാം ക്ലാസ് ആണെങ്കിലും ഒരു, കാരണം എല്ലാവരും ബേസിക് നോളജ് എത്രയാണ് വേണ്ടത്? ബേസിക് നോളജ് മീൻസ് ഇൻട്രസ്റ്റ് മതി. അതായത് ഇൻട്രസ്റ്റും പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്നത്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും പിന്നെ അറിയാം. അതാണ് ഇപ്പം ഓൾറെഡി നമ്മൾ കോവിഡ് ടൈമിലൊക്കെ എല്ലാം ഫോണിലേക്ക് ആയതുകൊണ്ട് പിന്നെ അവിടെ അടുത്ത ജനറേഷൻസ് എല്ലാം ഫോണിലായതുകൊണ്ട് ഇതിനൊരു ഏജ് പ്രശ്നമല്ല. കോഡിങ് അങ്ങനെ അതിന്റെ ബേസൊക്കെ അറിയണ്ടേ? കോഡിങ്ങിന്റെ ബേസൊക്കെ പഠിപ്പിക്കും. അത് നിങ്ങൾ തന്നെ പഠിപ്പിക്കും? നമ്മൾ തന്നെ അറിയണമെന്നില്ല. അത് അറിയണമെന്നില്ല. ഇറ്റ്സ് ഫ്രം സ്ക്രാച്ച് എന്നാണ് നമ്മൾ പഠിപ്പിക്കുക. ഫ്രം സ്ക്രാച്ച് എന്നാണ് നമ്മൾ പഠിപ്പിക്കുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് തൊട്ടിട്ട് കാര്യങ്ങൾ. അതാണ് ഇപ്പോൾ ശരിക്കും ആവശ്യമുള്ളത്. യെസ്, അതായത് എല്ലായിടത്തും ഇതിനെപ്പറ്റി അറിയാം, പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിൻ്റെ സോഫ്റ്റ്വെയറും എല്ലാം ഞങ്ങൾ സ്ക്രാച്ച് തന്നെ ഉണ്ടാക്കി പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വാല്യൂസ്, അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പഠിച്ചു വെച്ചാൽ മതി, ഒരു ഈ ഹാക്കിങ്ങിൻ്റെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയൊക്കെ വരുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വാല്യൂസും കൂടെ പഠിപ്പിക്കുന്നുണ്ടോ അതിൽ? വാല്യൂസ് ഇൻ ദ സെൻസ് അതായത് എത്തിക്കൽ സൈഡ്. എത്തിക്കൽ പ്രിസൈഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബേസിക് ആണ് പഠിപ്പിക്കുക. സോ ഇതിൻ്റെ വേറൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരാളെ ഹാം ചെയ്യാനല്ല പഠിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മളായിട്ട് അവയർനെസ് ചെയ്യാനാണ് നമ്മൾ ഇതിനെ പഠിപ്പിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ അതാണ് പഠിപ്പിക്കുക. പിന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്, ബാക്കിയുള്ളവരെ ഹാം ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് ഹാക്കിങ് ചെയ്യാൻ പറ്റും ആസ് എ ഫണ്ണി വേ. ഫിഷിങ്, അതായത് നമുക്ക് എത്തിക്കൽ ഹാക്കിങ് ചെയ്യാൻ നമ്മൾ അലൗഡ് ഉള്ളൂ, നമുക്കതേ അലൗഡ് ഉള്ളൂ. അപ്പം അതിനൊക്കെ ആദ്യം ബേസ് അവരുടെ മോട്ടീവ് കറക്റ്റ് ആക്കി കൊടുക്കും. മോട്ടീവ് കറക്റ്റ് ആക്കും. അതിനുശേഷമാണ് നിങ്ങൾ ഈ കോഴ്സിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ പറഞ്ഞു കൊടുക്കും. ബേസ് കറക്റ്റ് ആയാലേ പറഞ്ഞു കൊടുക്കും. ബേസ് മാത്രമായിട്ടൊരു കോഴ്സ് ഉണ്ട്. ബേസ് മാത്രമായിട്ട്, അതായത് എന്താണിത് അത് പഠിച്ചിട്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എൻഡിലേക്ക് പോകാതെ ഓരോരോ പടികൾ മെല്ലെ മെല്ലെ ചവിട്ടി കയറിയിട്ട് പഠിക്കാം. അപ്പോൾ എത്ര സമയമാണ്, എത്ര ഡ്യൂറേഷൻ എങ്ങനെയാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ആണ്? അവർ കോഴ്സ് സ്റ്റാർട്ടിങ് ലൈക്ക് 14 hours. ഒരു മാസത്തെ കോഴ്സ് ഉണ്ട്, അതായത് 14 hours, 14 to 20 hours. ഓക്കെ, അത് തൊട്ടാണ് ഞങ്ങൾ കോഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നെ 3 month ഉണ്ട് ആൻഡ് 6 month ഈസ് ലോഡിങ്. സോ അങ്ങനെ പോകുന്നുണ്ട്. 6 month വരെയുള്ള പ്ലാനിങ് ഇപ്പോഴുണ്ട് കോഴ്സിൻ്റെ സിലബസ്. സോ വി ആർ പ്ലാനിങ് ലൈക്ക് 1 year തുടങ്ങാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അത് നമ്മൾ കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടിയൊക്കെയാണെങ്കിലും സൈഡായിട്ട് നമുക്കിത് ഡെഫിനറ്റ്ലി കൊണ്ടുപോകാവുന്നത്. ഇറ്റ് വോണ്ട് ടേക്ക് ടു മച്ച് ടൈം. വെരി ഗുഡ്. പിന്നെ ഈ സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എന്ന പേരിൽ ഈ സർവേലൈൻസ് എത്രത്തോളം നടക്കുന്നുണ്ട്? സർവേലൈൻസ് മീൻസ് അവയർനെസ് എത്രത്തോളം എത്തുന്നുണ്ടെന്നാണോ ആൾക്കാരത്ത്? അങ്ങനെയും പറയാം. അത് ഇപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മളൊരു സ്ഥലത്തും സേഫ് അല്ല. ടു ബി ഓണസ്റ്റ്, ഒരു സ്ഥലത്തും സേഫ് അല്ല. മോളിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ വൈഫൈ ഉണ്ട് ആൻഡ് ദേ ഗോട്ട് അവർ ആക്സസ്. പിന്നെ നമ്മളെ ഫോണിലേക്ക് കോൾസ് ഒക്കെ വരുന്നില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പം UAE നാട്ടിലാണെങ്കിലോ, UAE മെയിനായിട്ട് വരും നിങ്ങളെ ബാങ്ക് എമിറേറ്റ്സ് ID അപ്ഡേറ്റ് ചെയ്യണം. അവരൊക്കെ നമ്മളെ നമ്പർ എവിടെ നിന്ന് കിട്ടി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ചിന്തിക്കുന്നില്ല. അത് നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം മോളിൽ പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ OTP വരും, അല്ലെങ്കിൽ നമ്മൾ നമ്പർ എഴുതി കൊടുക്കും. സോ ആ ഡാറ്റകളൊക്കെ പോകും. അത് നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് വൈഫൈ ആവശ്യമാണ്. നമുക്ക് ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ട് ഇതിങ്ങനെ പോകും. അപ്പം ഇപ്പം അതിനൊക്കെ ആൾക്കാർ എന്താണ് ലേശം അവയർനെസ് ഒക്കെ വന്ന് തുടങ്ങി.
പിന്നെ ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ആരും ചെയ്തില്ല, ഹാക്കേഴ്സേ ചെയ്യും, അങ്ങനെ തട്ടിപ്പുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്നതോ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം പറഞ്ഞ ക്ലിക്ക് ഹിയർ ടു വിൻ ഐഫോൺ അങ്ങനത്തെ കളിയെങ്കിൽ അങ്ങനെ വരുന്നത് യു ആർ ദ പ്രൈസ് ഓഫ് ദാറ്റ്, യുവർ ഡാറ്റ ഈസ് ദ പ്രൈസ് ഓഫ് ദാറ്റ്. യെസ്, ഒന്നും ഫ്രീ ആയിട്ട് ഇവിടെ അല്ല. കോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് കോൾ ഇന്റർനാഷണൽ കോൾസ് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഒത്തിരി ഇതുപോലെ. അതവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു പെർമിഷൻ OTP എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെസ്റ്റ്. പിന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ലൊക്കേഷൻസ് എല്ലാം അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. യാ, അതങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. യെസ്, അത് ഡിപ്പെൻഡ് ഓൺ ദ ഹാക്കറാണ്. ഹാക്കർ ബ്രില്യൻ്റ് ആണെങ്കിൽ അവനാ കോള് മതി. അതെ. യെസ്, അപ്പോൾ അങ്ങനെയും പറ്റുമല്ലേ? ഇപ്പോൾ കോൾ ആക്സെപ്റ്റ് ചെയ്താൽ അത് നമുക്കൊരു ഡൗട്ടാണ്. കാരണം ഒത്തിരി ഇൻ്റർനാഷണൽ കോൾസ് നമുക്കറിയാത്ത കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ്. വെരി ഗുഡ്. അപ്പം ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാരൊക്കെ അല്ലേ ആദ്യത്തെ കോൾ എടുക്കൂല, ഇൻ്റർനാഷണൽ കോൾ ആദ്യത്തെ ഒരിക്കലും എടുക്കൂല. അവർ പിന്നെ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്ത് ചിലപ്പം വാട്സാപ്പിൽ നോക്കും ആരെങ്കിലും ഉണ്ടോ, അവരെ പരിചയത്തിലാർത്താണോ. അതെ, കാരണം ഇപ്പം കുറേ ആൾക്കാർ UK ഉള്ളതുകൊണ്ട് കോൾസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം എടുക്കൂല ഇത് കോള്, പിന്നെ അത് നോക്കും ആരെങ്കിലും ആണോ. പിന്നെ ഒരു കോൾ വരും, പിന്നെ എടുക്കും. പിന്നെ തേർഡ് ടൈം വന്നാൽ നമ്മൾ എടുക്കും, കാരണം ഇമ്പോർട്ടൻ്റ് ഉള്ള ആളെ എടുക്കും. അല്ലാണ്ട് ഒരു ഹാക്കർ ഇങ്ങനെ മാറി വിളിച്ചോണ്ടിരിക്കില്ല. ആൻഡ് സെയിം നമ്പറിന് അവർ വിളിക്കൂല, അവർ മാറിയേ വിളിക്കും. ഒരു 3 പ്രാവശ്യമൊക്കെ വിളിച്ചാൽ എടുത്താൽ മതി. 2 വട്ടം വിളിച്ചാൽ 3ാമത്തെ വട്ടം വിളിക്കുമ്പോൾ എടുത്തോ. ഓക്കെ. അപ്പം ഇനി പ്രൈവസിയും നാഷണൽ സെക്യൂരിറ്റിയും ക്ലാഷ് ചെയ്താൽ എന്താണ് പ്രയോറിറ്റി ആവേണ്ടത്? അതായത് പ്രൈവസിയും നാഷണൽ സെക്യൂരിറ്റിയും. പ്രൈവസി, നാഷണൽ സെക്യൂരിറ്റി, നമ്മളെ ഡാറ്റ ഒക്കെ ഈ നാഷണൽ സെക്യൂരിറ്റിൻ്റെ അടുത്തുണ്ട്. സോ അതായത് നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് നമ്പർ അടിച്ച് കൊടുത്തേ പറ്റും, ചില സ്ഥലത്ത് OTP അടിച്ച് കൊടുത്തേ പറ്റും നമുക്ക്. ഫോർ എക്സാമ്പിൾ ആമസോണിനൊക്കെ ഡെലിവറി വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ OTP അടിച്ച് കൊടുക്കണം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഡാറ്റ അവിടെ ഉണ്ട്, അത് കാരണം അത് അവിടെ നിന്ന് പോയാൽ പോയി. പക്ഷേ അതാണ് നമ്മൾ കുറേ ഡാറ്റാസൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് നമ്മൾ എന്തിപ്പം ചെയ്ത് എന്തായാലും കൊടുക്കണം. ബാങ്കിനാണെങ്കിലും എല്ലാം നമ്മളിപ്പോൾ കൊടുത്തേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള പ്രൈവസി അവരുടെ കേസിൽ നമ്മൾ അതെന്താ വെച്ചാൽ നമ്മൾ അവരെ അണ്ടറിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UAE ബയോമെട്രിക്സ്. അതെ, ബയോമെട്രിക്സ് നമ്മൾ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അറിയാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് അവരെ വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള രീതി. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ സെക്യൂരിറ്റിക്കും കൂടെ വേണ്ടിയാണ്. യെസ്, നമ്മുടെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ്. നമ്മളെ കണ്ണു മതി അവർക്ക് മൊത്തം എടുക്കാൻ വേണ്ടി, ബയോമെട്രിക്സ് മതി. അപ്പം അവരെ സൈഡിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അത് അവരെടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഹാക്കിങ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനത്തെ എടുക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഏത് നാട്ടിലാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും, UAE റഷ്യ, എവിടെയാണെങ്കിലും സെക്യൂരിറ്റി സിസ്റ്റം എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിന് വേണ്ടി നമുക്ക് നമ്മുടെ എല്ലാ കുഴപ്പമില്ല. ബാക്കി കാരണം അത് ഓതറൈസ്ഡ് ചെയ്ത ആൾക്കാരുണ്ടാ പോകുന്നത്. യെസ്, അവിടെ നിന്ന് പിന്നെ അത് ലീക്കായി അത് പോയേ പറ്റൂ. യെസ്, അത് പോയേ പറ്റൂ. അതെ. ഫ്യൂച്ചറിൽ ഡിജിറ്റൽ പ്രൈവസി ഒരു ലക്ഷറിയായി മാറുമോ? ഓൾറെഡി അതാണെന്ന്. ഡിജിറ്റൽ പ്രൈവസി ലക്ഷറി മീൻസ് നമ്മളെ ലക്ഷറി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ പ്രൈവസി നിർബന്ധമാണ്. നമ്മൾ ലക്ഷറി ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത്, കാരണം നമ്മുടെ ബാങ്കിൽ എമൗണ്ടുകൾ ഉണ്ടാകാം, അതായത് എത്ര എമൗണ്ട് ഉണ്ടാവും ബാക്കിയുള്ള ഒരാൾക്ക് അറിയാൻ പറ്റില്ല. സോ അതൊക്കെ നമ്മൾ സേഫ് ചെയ്യണത് നമ്മളെ തന്നെ കടമയാണല്ലോ. പിന്നെ നമ്മളെ മെയില് കാര്യങ്ങൾ, ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെയിൽസ് ഉണ്ടാവാം. സോ അതൊക്കെ നമ്മൾ തന്നെ സേഫ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിൽ ഡിജിറ്റൽ പ്രൈവസി എന്ന് പറയുന്നത് ഒരു ലക്ഷറിയാണ്. കാരണം നമ്മുടെ പ്രൈവസി ഓൾറെഡി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ കാർഡ് ടാപ്പ് ചെയ്യാം. അതെ, ഇപ്പം എൻ്റെ കാർഡ് ഇപ്പം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് പോയി ടാപ്പ് ചെയ്യാലോ. അതെ, അത് പണ്ടതല്ലോ. പണ്ട് നമ്മളെ കാർഡ് ഇഞ്ചെക്ട് ചെയ്ത് പിൻ കോഡൊക്കെ അടിക്കും. അതിനിപ്പം ടാപ്പായി. ഇപ്പോൾ ഫോൺ നമ്മൾ iWatch ആണെങ്കിൽ തന്നെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. സോ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് ലക്ഷറിയാണ്. എസ്പെഷ്യലി ദുബായ് പോലത്തതും അമേരിക്ക പോലത്തതൊക്കെ AI ഉള്ളത് കൊണ്ട് ഫുൾ ലക്ഷറീസിലേക്ക് മാറുന്നതാണ്. അവർ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രൊഡക്ട്സിൻ്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. പണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഫോണിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതെ, അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ഈസിയായി വരുന്നു അത്രത്തോളം ഒരു ത്രെട്ടും കൂടെയാണോ? അത് ത്രെട്ടും കൂടെയാണെന്ന് പറയാം, നമുക്ക് ത്രെട്ടും കൂടെയാണ് അല്ലേ. നമ്മുടെ എല്ലാം പെട്ടത് ഒരു നിമിഷം കൊണ്ട് എത്ര എളുപ്പത്തിൽ എല്ലാം സംഭവിക്കുന്നു, അതേ അത്ര എളുപ്പത്തിൽ തന്നെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെടാനുള്ളൊരു ത്രെറ്റ്. പല രീതിയിലും ത്രെറ്റ് ഉണ്ട്. നമ്മളെ ജോബിന് ഇപ്പം ഞാൻ പറഞ്ഞാൽ AI എടുക്കുകയാണെങ്കിൽ തന്നെ AI കുറേ പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഇപ്പം ഡ്രൈവർലെസ് കാർ വരെ ഉണ്ട്. ദുബായിൽ ഒത്തിരി ഉണ്ട്.
അത് കുറച്ച് കഴിഞ്ഞ് ഫ്യൂച്ചറിലേക്ക് ആകുമ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ ക്യാബ്സ്, അതായത് ഊബേഴ്സ് പോലത്തെയും കാരീമ പോലത്തെയും ഒക്കെ അവർക്ക് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അതെ. സോ അങ്ങനത്തെയും ഒരു ത്രെട്ട് ഫ്യൂച്ചറിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സൈബർ സെക്യൂരിറ്റി ആൻഡ് AI. And AI is far dangerous. എലോൺ മസ്ക് പറഞ്ഞ പോലെ. അതെ അതെ അതെ, ഡേഞ്ചറസ് ആണെന്ന് ബിലീവ് ചെയ്യുന്ന ആളെയാണ്. അതാണ് AI ഡേഞ്ചറസ് ആണെന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ്. കാരണം അത് പല രീതിയിൽ എക്കോണമിക്ക്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ അതായത് ഒരു മനുഷ്യൻ്റെ സഹായം ഇല്ലാത്ത സൂപ്പർ മാർക്കറ്റ്സ് വരെ ലോകത്തുണ്ട്. ഉണ്ട്. അപ്പോൾ അത് ആൾക്കാരെ ജോബിനെ ബാധിക്കുമല്ലോ. പിന്നെ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ബ്രെയിനിനെ ശരിക്കും യൂസ് ചെയ്യാതിരിക്കുകയാണ്. ഞാനടക്കമുള്ള ഒരു യൂസ് ചെയ്യുന്നത്. അതെ അതെ, നമ്മളിപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചാറ്റ് ജി പി ടിനോടാണ് ഇപ്പം ചോദിക്കുക. പണ്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊരു AI ആണല്ലോ. സോ അത് നമുക്ക് ഡേഞ്ചറാണത്. മീൻസ് നമ്മളൊരു എന്താ പറയുക, തലച്ചോറ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണല്ലോ. അത് കറക്റ്റാണ്. അപ്പം ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഡേഞ്ചറസ് ആവാനുള്ള ചാൻസ് 100% ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ത്രൈവിലേക്ക് വരാം. ഈ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ത്രൈവ് എങ്ങനെയാണ് ഈ സ്കിൽസ് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത്? അതായത് നമ്മുടെ കയ്യിലുള്ള സ്കിൽസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറേ പേര് കുറേ സ്കില്ലുമായിട്ട് കുറേ കോഴ്സുമായിട്ട് നടക്കുവാണ്. ഇപ്പോൾ ത്രൈവ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ അഡീഷണലി എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഈ സ്കില്ല് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? അതായത് ബാക്കിയുള്ള സ്കിൽ ടെക്നിക്കൽ IT സ്കില്ലുള്ള ആളുകളുണ്ട്. ഓക്കെ, അവർ ഓൾറെഡി അവർ കോഴ്സൊക്കെ നടത്തി ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലി ഇപ്പോൾ ഒരു ത്രൈവ് കോഴ്സും കൂടെ ചെയ്യുവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻസ് വാലിഡ് ആണ്. സോ ഇപ്പോൾ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചിക്കെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമ്പനിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞാൽ എനിക്ക് ജോബ് കിട്ടൂല. അത് ലാസ്റ്റ് ലൈക്ക് സർട്ടിഫിക്കറ്റ് ആൻഡ് ദറ്റ് അറ്റസ്റ്റേഷൻസ് ആൾസോ. സോ സർട്ടിഫിക്കേഷൻ ഈസ് നമ്പർ 1. ഏത് കോഴ്സ് എടുത്താലും സർട്ടിഫിക്കേഷനുള്ള കോഴ്സ് എടുക്കാൻ നോക്കാം. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കോഴ്സ്, അതായത് ആ കോഴ്സിൽ, അതായത് ചില കോഴ്സുകൾ ജസ്റ്റ് പഠിപ്പിച്ചിട്ട് അങ്ങ് വിട്ടാണ്. സോ നമ്മളെന്താ പഠിക്കേണ്ടതെന്നും കൂടെ, അതായത് നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ കോഴ്സോട് എന്താ ലക്ഷ്യം, അത് പറഞ്ഞു കൊടുത്തിട്ട് അതിന് ക്യാമ്പയിൻ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, സൈബർ സെക്യൂരിറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ വൾണറബിലിറ്റീസ് എന്ന് പറയും. അതായത് ഒരു ത്രെഡ് കണ്ടുപിടിക്കുന്നത് ഇതിൽ വൺ ഓഫ് ദ മെയിൻ തിങ് ആണ്. സോ അതൊക്കെയാണ് ഞാനൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ, അതായത് അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അതായത് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുക. പിന്നെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. സോ പിന്നെ സർട്ടിഫിക്കേഷൻസ് കൂടി ആകുമ്പം ഇറ്റ് ഈസ് ലൈക്ക് മോർ ദാൻ കോൺഫിഡൻസ് ആണ്. സർട്ടിഫിക്കേഷൻ ഉള്ളത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പഠിച്ചിട്ടില്ലെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ പ്രാക്ടിക്കൽ നോളജും കൂടി സാർ അതും കൂടെ വരും. അപ്പോൾ ഈ ത്രൈവ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കില്ലിന് ഒരു കോൺഫിഡൻസും നമ്മൾക്ക് ഒരു നമ്മളുടെ കയ്യിൽ തന്നെ നമുക്ക് നോളജ് ഉണ്ട്, ഈ ഒരു സൈബർ വേൾഡിനെ കുറിച്ചൊരു അറിവുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ആർ ലുക്കിംഗ് ലൈക്ക് ഗിവിങ് എക്സ്പീരിയൻസ്. വിച്ച് മീൻസ് ദാറ്റ് കുറേ കമ്പനീസിനൊക്കെ വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്സ് പോലെ ചെയ്ത് കൊടുക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ഉണ്ട്, ഇപ്പം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്, അറിയാം, എനിക്കറിയാം. അപ്പം ത്രൈവ് പഠിച്ചതിന് ശേഷം ലേണേഴ്സിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, അതെന്താണ്? എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും കമ്മ്യൂണിറ്റി, അതായത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പാർട്ട് ഫ്രം ഒരാളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മളും ആ പഠിച്ച വ്യക്തിയും കൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. സോ അതായത് ഇപ്പം സൈബർ സെക്യൂരിറ്റി പഠിച്ച ആൾക്കാരെല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ടു സ്റ്റാർട്ട് അപ്പ് എ ന്യൂ തിങ്സ് ലൈക്ക് എ ബിസിനസ് ഓർ സംതിങ്, അല്ലെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ടു പ്രൊട്ടക്ട് ദ വേൾഡ് എന്നുള്ള രീതിയിൽ, പ്രൊട്ടക്ട് ദ കമ്പനീസ്, പ്രൊട്ടക്ട് ദംസെൽഫ്, പ്രൊട്ടക്ട് ദ ഫാമിലീസ്. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഉള്ളത്. കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ അവയർനെസ് കൊടുക്കുന്നതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഞങ്ങളെ ഒരു അജണ്ട എന്ന് പറയുന്നത്. വെരി ഗുഡ്. സോ കരിയർ അഡ്വൈസിലേക്ക് കിടക്കുമ്പം ബിഗ്ഗസ്റ്റ്, ഇപ്പോൾ സൈബർ ഇൻഫ്ലുവൻസ് ബിഗിനേഴ്സിനോട് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് ലൈ എന്താണ്? അതായത് സൈബർ ഇൻഫ്ലുവൻസേഴ്സ് ബിഗിനേഴ്സിനോട് ഇത് പഠിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, എളുപ്പമാണെന്നുള്ളത് ഏറ്റവും വലിയ ലൈ ആയിട്ട് നമുക്കത് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ആൻറ്റിവൈറസ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സേഫാന്നുള്ള രീതിയായിരുന്നു പണ്ട്. ഓക്കെ. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ കടന്നുപോയൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റുഡൻസ് എൻറ്റേണിങ് ഇൻ സൈബർ സെക്യൂരിറ്റി, അവർക്ക് ഒരു ഓണസ്റ്റ് അഡ്വൈസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന് താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു? ഫ്യൂച്ചറിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇറ്റ്സ് വോണ്ട് വേസ്റ്റ് യുവർ ടൈം.
ഓക്കെ നമുക്ക് മെയിനായിട്ട് പറയാം അത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, കാരണം ഇറ്റ് വോണ്ട് വേസ്റ്റ് യുവർ ടൈം. ബട്ട് ഈ ഒരു പാഷൻ ഉണ്ടായിരിക്കണം ഇതിനെപ്പറ്റി പഠിക്കാനുള്ള. ഓക്കെ, ഇതൊരു ഗ്യാരണ്ടീഡ് ഹൈ പേ കരിയർ എന്ന് പറയാൻ പറ്റുമോ? ഗ്യാരണ്ടീഡ് ഹൈ പേ ഹൈ പെയ്ഡ് ഇറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഗ്യാരണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ഓൺ ദ കമ്പനീസ് ആണ്. പക്ഷേ ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ് യു വിൽ ഹാവ് എ നൈസ് പാക്കേജ്. ഇനി സ്റ്റേയിങ് സേഫ് ഓൺലൈനായിട്ട് ബെസ്റ്റ് സൈബർ ഹാബിറ്റ് എന്താണ്? ഓൺലൈനായിട്ടുള്ള നമുക്ക് ഓൺലൈൻ വേൾഡിൽ സേഫായി നിൽക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സൈബർ ഹാബിറ്റ് എല്ലാ ലിങ്കിലും ചെന്ന് ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക, അതാണ് അതാണ് ഏറ്റവും മെയിൻ. പിന്നെ പബ്ലിക് വൈഫൈസ് കണക്ട് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഫോൺ വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുക, നമുക്കറിയാത്തൊരു വ്യക്തിക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. മേ ബി ദേ വിൽ മിസ്യൂസ് ലൈക്ക് സംതിങ്, മേ ബി OTP ഓർ ലൈക്ക് ദേ വിൽ ബി ഡൂയിങ് എ ഫോൺ കോൾ ഓർ സംതിങ്. സോ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാത്തൊരു വ്യക്തിക്ക് ഫോൺ കൊടുക്കാണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഫോണില്ല കോൾ ചെയ്യോട്ടെ എന്നൊക്കെ പറയും, നമ്മൾ എന്തായാലും കൊടുത്ത് പോകും. കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ. അതെ. അപ്പം അതൊരു മെയിൻ തിങ് ആണ്. യെസ്. കുറച്ച് ക്ലോസിങ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്യൂരിറ്റി വേഴ്സസ് കൺവീനിയൻസ് ഒന്ന് ചൂസ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അത് എന്തുകൊണ്ട്? സെക്യൂരിറ്റി, കൺവീനിയൻസ്. സെക്യൂരിറ്റി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി അറ്റ് ദ എൻഡ് നമ്മളിപ്പം എന്തുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ നമുക്ക് ഹാക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. സോ നമ്മളത് സെക്യൂരിറ്റിയാണ് പ്രിവെൻറ്റ് ചെയ്യുക. അതെ, അപ്പോൾ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ കൺവീനിയൻസ് പോയി പോകും. അതാണ് മെയിനായിട്ട്. യെസ്. അതെ. ഇനി ബിഗ്ഗസ്റ്റ് സൈബർ ത്രെറ്റ് ടെക്നോളജി ആണോ ഹ്യൂമൻ ബിഹേവിയർ ആണോ? ബിഗ്ഗസ്റ്റ് സൈബർ സെക്യൂരിറ്റി ഓർ ബിഗ്ഗസ്റ്റ് സൈബർ ത്രെറ്റ്, അതൊരു ടെക്നോളജി ആണോ ത്രെറ്റ്, അതോ ഹ്യൂമൻ ബിഹേവിയർ ആണോ? ഹ്യൂമൻ ബിഹേവിയർ. കാരണം ടെക്നോളജി ഉണ്ടാക്കുന്നത് ഹ്യൂമൻസ് ആണല്ലോ. അതെ. സോ ഇറ്റ്സ് ഏത് ടെക്നോളജി കാരണം നശിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് കോഡിങ് വലിയ അറിവ് വേണമെന്നില്ല. ഇതിന് കുറേ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. കോഡിങ്സ് ഒക്കെ നമുക്ക് ഓൺലൈൻ സൈറ്റും എല്ലാം കിട്ടും. പക്ഷേ ഈ ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കണം. സോ ഇതൊക്കെ ഒരു ഹ്യൂമനെ കൊണ്ടാണ് ചെയ്യുന്നത് ഈ ടെക്നോളജീസ്. അപ്പോൾ നമ്മൾ ആ ഹ്യൂമനെയാണ് ഭയക്കേണ്ടത്. ഓക്കെ. യെസ്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ ആണ് നമ്മൾ ഏറ്റവും ഭയക്കേണ്ടത്. അതെ. ഈ സ്ട്രോങ് പാസ്വേഡ്സ് അല്ലെങ്കിൽ പാസ്വേഡ് മാനേജേഴ്സ്, അതിലെന്താണ് ബെറ്റർ? പാസ്വേഡ് മാനേജ് ആണോ? എത്ര സ്ട്രോങ് പാസ്വേഡ് ഇട്ടാൽ അതിനേക്കാളും നല്ലത് പാസ്വേഡ് മാനേജിങ് ആണ് നല്ലത്. കാരണം എത്ര സ്ട്രോങ് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഇത് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പറ്റും. ഒരു 24 hours ഉള്ളിൽ പറ്റും. എന്തായാലും പറ്റും. ബ്രേക്ക് ആക്കാം. ഓക്കെ. നമ്മളിങ്ങനെ സ്ട്രോങ് പാസ്വേഡ് മാറ്റി ഉള്ളതല്ല കേട്ടോ, എന്നാലും ചെയ്യാൻ പറ്റും. ആഞ്ഞ് പരിശ്രമിച്ചാൽ ഒരു ഇതിനായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ പാസ്വേഡ് മാനേജ് ചെയ്യാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ 2-way മൾട്ടിപ്പിൾ ഓതറൈസേഷൻസ് ആക്സസ് ചെയ്യാം. അങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഐ ആം കാതൽ എന്ന് പറഞ്ഞ്. കണ്ടിട്ടില്ല. അതിനകത്ത് ഇതുപോലെ ഒത്തിരി പേര് അതിലിങ്ങനെ വിചാരിച്ചിറങ്ങിയ ഒരു മനുഷ്യനാണ്. അപ്പം അതിലിങ്ങനെ ഒറിജിനലായിട്ടുള്ള ഹാക്കിങ്ങാണ് കാണിക്കുന്നതെന്നൊക്കെ പറയായിരുന്നു. കണ്ടിട്ടില്ലെങ്കിലോ? പക്ഷെ അത് അത്ര ഈസി അല്ല അത് ചെയ്താണ് പറഞ്ഞത്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ അതിൻ്റെ കുറച്ച് പാർട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹാക്കിങ് ചെയ്തിട്ട് തളർത്തുന്നത്, അതൊക്കെ ഒരു വേ ഓഫ് പോസിബിൾ ആണെന്ന് വെച്ചാൽ പോസിബിളാണ്. പക്ഷെ അത് അതിനകത്ത് കാണിക്കുന്നത് ഒറിജിനൽ ഹാക്കിംഗ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് പരിചയമുള്ളതായതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാനത് കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ, അതായത് ഫോണ് ഡാറ്റ മാത്രമല്ല, നമ്മൾക്ക് ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ടൂൾസ് പറഞ്ഞാൽ ഫ്ലിപ്പർ എന്ന് പറഞ്ഞൊരു ടൂൾസ്, ഫ്ലിപ്പർ 0. അതായത് ഫ്ലിപ്പർ എന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയേഷൻസ് ഹാക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കാർസ് വരെ നമുക്ക് ഹാക്ക് ചെയ്യാം. അത് യൂസ് ചെയ്ത് കാർ ഹാക്ക് ചെയ്യാം, ഫോൺ ഹാക്ക് ചെയ്യാം, സിസ്റ്റംസ് ഹാക്ക് ചെയ്യാം, വൈഫൈസ് ഹാക്ക് ചെയ്യാം, പിന്നെ സെൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അതിൽ ഹാക്ക് ചെയ്യാം. കാർ എങ്ങനെ ഹാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീയിൽ നമ്മൾ അൺലോക്കൊക്കെ ചെയ്യുന്ന ഒരു ടൈമിൽ ഈ ഫ്ലിപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ആ റേഡിയേഷൻ കണക്ട് ചെയ്തിട്ട്. ഇതിപ്പോൾ ഒരു ചീത്ത വ്യക്തി ഇത് കേട്ടാൽ ഇത് യൂസ്ഫുൾ ആകും അവർക്ക്? ഇല്ല, ആ ഫ്ലിപ്പറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയ, അത് എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടുന്ന സാധനമല്ല. കിട്ടും, പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു മൂവി ഉണ്ടായിരുന്നു ദുൽഖറിൻ്റെ. അതിൽ ദുൽഖർ ഒരു
വണ്ടി അങ്ങനെയാണ് എടുക്കുന്നത്. ഓ യെസ്, ആൻഡ് ദാറ്റ്സ് എ റോൾസ് റോയ്സ്. ഒരു സിനിമയിൽ എടുക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ആളുകൾ. അപ്പോൾ അതിനുവേണ്ടി കോഡിങ്ങും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് കോഡിങ് പഠിക്കാം. ആ ഫ്ലിപ്പർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. ഓ അതിന് അതാണ് ഞാൻ പറഞ്ഞ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കോഡിങ്ങും അങ്ങനത്തെ ഹാക്കിങ്ങും മാത്രമല്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒത്തിരി കോഡിങ്ങൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് മെനക്കെട്ട് അതിന് വേണ്ടി ഇരിക്കുന്ന ഒരു മറ്റേ ഹൂഡിയൊക്കെ ഇട്ട് ബ്ലാക്ക് ഡാർക്ക് ഒരു മിത്താണ്. കുട്ടിയൊക്കെ ഇട്ടിരിക്കുന്നവരാണ്. അത് ആ മൂവി കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല, നോർമൽ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ ഓഫ് സൈബർ സെക്യൂരിറ്റി ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഫ്യൂച്ചർ ഓഫ് സൈബർ സെക്യൂരിറ്റി ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ സേഫ്റ്റി എന്ന് പറയാം. സേഫ്റ്റി, നമ്മളെ സേഫ്റ്റി, നമ്മളെ കമ്പനിയുടെ സേഫ്റ്റി, നമ്മുടെ ഫാമിലീൻ്റെ സേഫ്റ്റി, നമ്മുടെ കൺട്രിയുടെ സേഫ്റ്റി, എല്ലാ സേഫ്റ്റി ആയിട്ട് നമുക്കത് പറയാൻ പറ്റും ഫ്യൂച്ചറായിട്ട്. ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത് സേഫ്റ്റിയാണ്, ഇതെങ്ങനെയാണ് സേഫ് ആക്കാം, നമ്മളെങ്ങനെ സേഫ് ആക്കാം എന്നൊക്കെ പറയാൻ പറ്റും. യെസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം എല്ലാവരും ഓർക്കേണ്ട ഒരു മെസ്സേജ് എന്താണ്? ഓർക്കേണ്ട ഒരു മെസ്സേജ് ഇത് തന്നെയാണുള്ളത്. അതായത് എല്ലാം ചാടി കയറി ലിങ്കിൽ സെക്യൂരിറ്റിയാണ്. നമ്മളെ സെക്യൂരിറ്റി സേഫ് ആക്കുക. കാരണം നമ്മുടെ സെക്യൂരിറ്റി സേഫ് ആകുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലെ സേഫ് ആവും. അങ്ങനെ നമുക്ക് നമ്മളെ കൺട്രി വരെ സേഫ് ആക്കാൻ പറ്റും. അതായത് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾ ഒത്തിരി ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ഓൺ ചെയ്തു. പ്രേക്ഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് കൊടുത്തത്. താങ്ക് യു. റെലവൻ്റ് ആയിരുന്നു, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ട ഒരു ടോപ്പിക്കായിരുന്നു. ഒത്തിരി കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊരു എത്തിക്കൽ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. ബിൽഡ് ചെയ്ത് ഫോമാണ് ഇത്. ഒരു നല്ല ഹെൽത്തി സൈഡ് ഓഫ് സൈബർ സെക്യൂരിറ്റിയാണ്. ഹാക്കിംഗ് അല്ല. ഹാക്കിങ്ങിന് പുറമെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ത്രൈവ്. താങ്ക് യു. ഒത്തിരി വളർച്ചയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു.